ഓസ്ട്രിയൻ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞുകൊണ്ട് സ്പെയിൻ റൗണ്ട് ഓഫ് 16ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഡോമിനന്റ് ഡിസ്പ്ലേ. മിക്കേൽ ഓയർസാബാൾ നേടിയ 2 ഗോളും പെഡ്രോ പോറോ നേടിയ 1 ഗോളും കൂടി 3-0 എന്ന സ്കോറിനാണ് സ്പെയിൻ ഓസ്ട്രിയനെ തോൽപ്പിച്ചത്. സ്പെയിൻ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി ലിഫ്റ്റ് ചെയ്ത വർഷം 2010. ആ വേൾഡ് കപ്പിലാണ് അവർ ലാസ്റ്റ് നോക്കൌട്ട് വിജയം നേടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 16 വർഷങ്ങൾക്ക് ശേഷമാണ് സ്പെയിൻ ഒരു നോക്കൌട്ട് മത്സരം വിജയിച്ചത്. 36 മിനിറ്റിലാണ് ഓയർസാബാൾ തൻ്റെ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡോമിനന്റ് ഡിസ്പ്ലേ ആയിട്ടാണ് സ്പെയിൻ ഈ കളി തുടങ്ങിയതും പിന്നെ അവസാനിപ്പിക്കുന്നതെല്ലാം. സോ ഇതിൻ്റെ അകത്ത് ഓസ്ട്രിയ ദേ ഡിഡ് നോട്ട് സ്റ്റാൻഡ് എ ചാൻസ്. ഫുൾ സ്ട്രെങ്ത്തും സ്പെയിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളിലും മാത്രം അല്ലെങ്കിൽ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ ഓസ്ട്രിയ എന്താ പറയുക ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളൂ. ബട്ട് ദെൻ അതെല്ലാം പ്രോപ്പർ ഡിഫൻസിൽ അവസാനിച്ചു. സെക്കൻഡ് ഹാഫിൻ്റെ 66 മിനിറ്റിൽ പെഡ്രോ പോറോ ഒരു ഹെഡർ ഗോളിലൂടെ സ്പെയിൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുന്നു. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് 89 മിനിറ്റ്സിൽ ഓയർസാബാൾ തൻ്റെ രണ്ടാമത്തെ ഗോളും നേടിയിട്ട് സ്പെയിനിൻ്റെ വിജയം കൺഫേം ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ഹാഫ് മാർക്ക് എത്തിയ സമയത്ത് മാർക്ക് കുക്കുറയ നേടിയ ഒരു ഗോൾ, പക്ഷേ അത് വാർ ഇൻ്റർവീൻ ചെയ്തിട്ട് അത് നോ ഗോളായി വിധിക്കുന്നു. ഒരു കോർണറിൻ്റെ സമയത്ത് ഓസ്ട്രിയൻ ഗോൾ കീപ്പറിനെ കുബാർസി ഒന്ന് ടച്ച് ചെയ്യുന്ന ഇതായിരുന്നു. പക്ഷേ അതിനകത്തൊരു വലിയ രീതിയിലുള്ള ഒരു ഫൗളും കാര്യങ്ങളൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ദെൻ ഈ ചെറിയ മൈൽഡ് ടച്ചസും ഇതിനൊക്കെ ഇപ്പോൾ വാർ ഇൻ്റർവീൻ ചെയ്തിട്ട് അത് ഫൗള് വിളിക്കുന്ന ഇതാണ് കാണുന്നത്. ആൻഡ് ഗോൾസ് ഡിസലവ് ചെയ്യുന്നു. സോ ഐ തിങ്ക് ലൈക്ക് ഞാൻ പറഞ്ഞതുപോലെ ദിസ് ഇസ് എ കോൺടാക്ട് സ്പോർട്സ്. ഇതൊരു പ്രോപ്പർ ഫൗൾ അല്ലാതെ അല്ലെങ്കിൽ ഗോൾ കീപ്പറിന് അത് ബോൾ പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫൗൾ ആണെങ്കിൽ മാത്രമേ അത് ഫൗൾ ആകുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ കോൺടാക്ട് സ്പോർട്സ്. ഇപ്പം രണ്ടുപേരും ചാടുന്നു ആൻഡ് ആ ഒരു സമയത്ത് പ്ലെയർ ചിലപ്പോൾ ഗോൾ കീപ്പറിന്റെ ബോഡിയിൽ ടച്ച് ചെയ്തെന്ന് വരാം. പക്ഷേ ദാറ്റ് കുഡ് നോട്ട് ബി എന്താ പറയുക അതൊരു ഫൗൾ എന്ന നിലയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ലൈക്ക് വെരി സോഫ്റ്റ്. ഈ കളിയിൽ സ്പെയിൻ പ്രൂവ് ടു ബി ടു സ്ട്രോങ് ഫോർ ഓസ്ട്രിയ. അവരുടെ ആ ഒരു ഡോമിനന്റ് പെർഫോമൻസിലൂടെ അവർ ഏകദേശം 23 ഷോട്ട്സ്, പിന്നെ അതിനുശേഷം 2.87 എക്സ്പെക്റ്റഡ് ഗോൾസ്, പിന്നെ 51 ടച്ചസ് ഇൻ ഓപ്പോസിഷൻ ബോക്സ്. അതിൻ്റെ അകത്ത് 10 ഓൺ ടാർഗറ്റും ഉണ്ട്. ആ സമയത്ത് ഓസ്ട്രിയയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ദേ കുഡ് നോട്ട് ഹാവ് എ ഷോട്ട് ഓൺ ടാർഗറ്റ് ഇൻ ദ ഹോൾ 90 മിനിറ്റ്സ്. ഓയർസാബാൾ നേടിയ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ സ്പെയിനിൻ്റെ നോക്കൌട്ട് സ്റ്റേജസിലെ ആദ്യത്തെ ഗോളാണ് ഇൻ ലാസ്റ്റ് 16 ഇയേഴ്സ്. ഞാൻ പറഞ്ഞ പോലെ 2010 വേൾഡ് കപ്പ് ഫൈനലിൽ നെതർലാൻഡ്സിനെതിരെ ആൻഡ്രസ് ഇനിയസ്റ്റ ആ ഒരു ഗോൾ നേടി അവരെ വിജയിപ്പിക്കുന്നു. സോ ആ ഗോളാണ് ഈ കഴിഞ്ഞ 16 വർഷത്തിൽ സ്പെയിൻ ലാസ്റ്റായിട്ട് നേടിയിട്ടുള്ള ഒരു നോക്കൌട്ട് ഗോൾ. സോ അതോടുകൂടി ആ ഒരു എന്താ പറയുക ആ ഒരു ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ് സ്പെയിനിന്. പെഡ്രോ പോറോ നേടിയ ആ രണ്ടാമത്തെ ഗോൾ അത് സ്പെയിനിൻ്റെ നോക്കൌട്ട് വേൾഡ് കപ്പ് മാച്ചസിൽ സെക്കൻഡ് ഗോളാണ്. ഇത്രയും വേൾഡ് കപ്പ് കളികളിലൊക്കെ സ്പെയിൻ ഒരു ഗോളിൽ മാത്രമേ അവർ വിജയിച്ചിട്ടുള്ളൂ. സോ ദിസ് വാസ് ആഫ്റ്റർ 32 ഇയേഴ്സ് ദേ ഹാഡ് മൾട്ടിപ്പിൾ ഗോൾസ് ഇൻ എ നോക്കൌട്ട് ഗെയിം. ഇതിനു മുമ്പ് മൾട്ടിപ്പിൾ ഗോൾസ് അടിച്ചത് സ്വിറ്റ്സർലാൻഡിനെതിരെ 3-0. ദാറ്റ് വാസ് 32 ഇയേഴ്സ് എഗോ ഓൺ ദ സെയിം ഡേ 2 ജൂലൈ. ഓയർസാബാളിന്റെ സെക്കൻഡ് ഗോൾ മേക്സ് ഹിം ദി ഫസ്റ്റ് സ്പാനിഷ് പ്ലെയർ ടു ഹാവ് മൾട്ടിപ്പിൾ ഗോൾസ് ഇൻ എ വേൾഡ് കപ്പ് നോക്കൌട്ട് സ്റ്റേജസ്. ഇതിനു മുമ്പ് മൾട്ടിപ്പിൾ ഗോൾസ് ഇൻ എ വേൾഡ് കപ്പ് നോക്കൌട്ട് ഗെയിം നേടിയിട്ടുള്ളത് എമിലിയോ ബുട്രഗനോ അഗെയിൻസ്റ്റ് ഡെൻമാർക്ക് ഇൻ 1986. ലെമീൻ യമാൽ ഹാഡ് എ വണ്ടർഫുൾ ഗെയിം. ഈ കളിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരു ഷോട്ട് ഡേവിഡ് അലബ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്നു. അപ്പോൾ ആ ഒരു ഷോട്ട് ഗോൾ കയറിയിരുന്നെങ്കിൽ ലൈക്ക് ദറ്റ് കുഡ് ഹാവ് ബീൻ അഡീഷണൽ തിങ്. ബട്ട് ദെൻ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സോ യമാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 9 കോമ്പറ്റീഷൻസിൽ ഇൻ ലൈക്ക് ഇന്റർനാഷണൽ ഗെയിംസിൽ മേജർ ടൂർണമെന്റ്സിൽ സ്പെയിൻ എല്ലാ കളിയും തന്നെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ യമാൽ ഈ വേൾഡ് കപ്പിലെ ഒരേ ഒരു പ്ലെയർ ആണ് ടു ഹാവ് 10+ ഡ്രിബിൾസ് പ്ലസ് 10+ ടച്ചസ് ഇൻ ദ ഓപ്പോസിഷൻ ബോക്സ്. ഈ വേൾഡ് കപ്പിൽ സ്പെയിൻ്റെ ഒരു ഡിഫൻസീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റാറ്റ്സ് ആണ് കഴിഞ്ഞ 4 ഗെയിമിൽ ഓപ്പണിംഗ് ടിൽ ദിസ് ഗെയിം അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ. ഈ 4 കളിയിലും ഒരു ഗെയിം പോലും അവർ ഗോൾ വഴങ്ങിയിട്ടില്ല. സോ എല്ലാ കളികളിലും ക്ലീൻ ഷീറ്റ് വെച്ചിരിക്കുന്നതാണ്. സോ ഇതിന് മുമ്പ് അടുപ്പിച്ച് 4 കളികളിൽ ക്ലീൻ ഷീറ്റ് വെച്ചിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് ഇൻ 2006. അതുകൊണ്ട് സ്പെയിൻ ഈ പ്രാവശ്യത്തെ ഒരു സ്ട്രോങ് കണ്ടൻഡർ തന്നെയാണ് ആഫ്റ്റർ ഫ്രാൻസ്. ഞാൻ പറഞ്ഞതുപോലെ ഫ്രാൻസ് ആണ് എൻ്റെ ഒരു നിഗമനത്തിൽ ചാമ്പ്യൻസ് ആകാൻ പോകുന്ന ഒരു ടീം. സോ സെക്കൻഡ് മൈറ്റ് ബി സ്പെയിൻ. സ്പെയിൻ്റെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലായിട്ടാണ് ഇൻ ദ റൗണ്ട് ഓഫ് 16. സോ തീവാറുന്ന ഒരു ഗെയിം തന്നെ ആയിരിക്കും. കാരണം റൊണാൾഡോ എന്തായാലും 2 കൽപ്പിച്ചിട്ടാണ് ഈ പ്രാവശ്യം വേൾഡ് കപ്പ് അടിക്കണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്ന ഒരു ടീമാണ്. സോ കഴിഞ്ഞ ഗെയിമിൽ ഈവൻ ദോ ദേ ആർ പെർഫോമൻസ് അത്ര ഒരു രീതിയിൽ അല്ലെങ്കിൽ പോലും ദേ വുഡ് ബി ലുക്കിംഗ് ടു അപ്പ് ദെയർ ഗെയിം. അപ്പോൾ സ്പെയിനും ഈസി ആകത്തില്ല, പോർച്ചുഗലിനും ഈസി ആകത്തില്ല. രണ്ടുപേരും നല്ല രീതിയിലുള്ള പെർഫോമൻസുമായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നാലേ അത് ഹെൽപ്പ് ചെയ്തോളൂ. സോ ഐ തിങ്ക് ഒരു അപ്പർ ഹാൻഡ് എന്തായാലും സ്പെയിൻ ആയിരിക്കും ഉണ്ടാകുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് എ പ്രോപ്പർ സെറ്റ് ടീം. മിഡിലാണെങ്കിലും സ്കോറിംഗ് ഗോൾസ് ഇപ്പം നമ്മൾ കണ്ടു. ഇതിൻ്റെ അകത്തൊക്കെ ഓയർസാബാൾ ഇപ്പം ഈ വേൾഡ് കപ്പിൽ അത്യാവശ്യം 3 ഗോൾസ് ഒക്കെ അടിച്ചിട്ടൊക്കെ നിൽക്കുക, 3-4 ഗോളായി തോന്നുന്നു. സോ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. മിഡിൽ പെഡ്രിയും ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള
പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ആൻഡ് ഡിഫൻസ്, പ്രോപ്പർ ഡിഫൻസ്, ഒരു ഗോൾ പോലും വഴങ്ങാത്ത ഡിഫൻസ്. സോ ഇറ്റ് വിൽ നെവർ ബി ഈസി ഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട്? സ്പെയിൻ്റെ പെർഫോമൻസ്, അവരുടെ ഈ ഒരു ക്ലീൻ ഷീറ്റിൻ്റെ ഒരു ഇത് എത്ര നാൾ കൊണ്ടുപോകും? നെക്സ്റ്റ് ഗെയിമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? ആൻഡ് എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്ന് വെച്ചിരുന്നാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.